हेलो दोस्तों, ഷാൻ സ്പോക്കൺ ഹിന്ദി पर आप सभी का हार्दिक स्वागत है. दोस्तों 45 ദിവസത്തെ ക്ലാസ്സിൽ ഇന്ന് നമ്മൾ ആറാമത്തെ ക്ലാസ്സാണ്. നമ്മുടെ ഓരോ ക്ലാസ്സുകളും നോക്കുന്ന ആൾക്കാർക്ക് മാത്രമേ ഓരോ ദിവസത്തെ അപ്ഡേറ്റ് ആയിട്ടുള്ള ക്ലാസ്സുകളിൽ എന്തെങ്കിലും മനസ്സിലാവുന്നുള്ളൂ. ഞാൻ ഓരോ ഭാഗവും ഓരോ അംശവും അവസാനം ആഡ് ചെയ്യുന്നത് എന്തിനെ അടിസ്ഥാനമാക്കിയിട്ടാണ്, അതിൻ്റെ രൂപവ്യത്യാസങ്ങളെല്ലാം ഞാൻ പറയുന്നത് ഓരോരോ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്. അത് വീണ്ടും ആവർത്തിച്ചിട്ട് ഞാൻ ഓരോ വീഡിയോയിലും ഞാൻ എടുത്തെടുത്ത് പറയുന്നില്ല. അതുകൊണ്ട് ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നമ്മൾ 45 ദിവസത്തെ ക്ലാസ്സുകളിലെ 1, 2, 3, 4, 5 ക്ലാസ്സുകൾ കണ്ടതിന് ശേഷം മാത്രം ഈ ഒരു ക്ലാസ്സിലേക്ക് വരിക. എന്നാലേ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവുകയുള്ളൂ. ഓക്കെ, ഞാൻ ഈ വീഡിയോയിലൂടെ നിന്ന് പറയാൻ ശ്രമിക്കുന്നത് നമ്മൾ ഹിന്ദി പുസ്തകത്തിൽ നിന്നും നെറ്റിൽ നിന്നൊക്കെ പഠിക്കുന്നവരിൽ ഉണ്ടാകുന്ന ഒരു തെറ്റും അതുപോലെ തന്നെ ഹിന്ദി ഇപ്പോൾ പൊതുവെ സംസാരിക്കുന്നവരിലും ഉണ്ടാകുന്ന ഒരു തെറ്റും കൂടെയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ തിരുത്താൻ വേണ്ടി ശ്രമിക്കുന്നത്. ഓക്കെ, നമ്മൾ ഒന്നാമത്തെ സെൻറ്റൻസ് ഇവിടെ ഇട്ടിട്ടുണ്ട്, തും ക്യാ കർത്തേ ഹോ, നിങ്ങൾ എന്ത് ചെയ്യുന്നു. അതുപോലെ തന്നെ ഞാനിവിടെ രണ്ടാമത്തെ സെൻറ്റൻസ് വീണ്ടും തും ക്യാ കർ രഹേ ഹോ, നിങ്ങൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓക്കെ, ഇവിടെ നോക്കിക്കോ, തും ക്യാ കർത്തേ ഹോ, നിങ്ങൾ എന്ത് ചെയ്യുന്നു. അതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ ഒരു സെൻറ്റൻസിലുണ്ടാകുന്ന വ്യത്യാസവും അതുപോലെ തന്നെ ഇത് എങ്ങനെയൊക്കെയാണ് ഈ ഒരു സെൻറ്റൻസ് നമ്മൾ പ്രയോഗിക്കേണ്ടത് എന്നതും കൂടെയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ വ്യക്തമാക്കി തരുന്നത്. ഓക്കെ, ഇവിടെ നോക്കിക്കോ, തും ക്യാ കർത്തേ ഹോ, നിങ്ങൾ എന്ത് ചെയ്യുന്നു. ഇവിടെ കർണ എന്ന വെർബിൽ നിന്ന് ഞാൻ എടുത്ത് കളഞ്ഞിട്ട് ശേഷമാണ് തേ ഹോ എന്ന് ആടി തീർക്കുന്നത്. അത് തുമ്മിന് വേണ്ടിയിട്ട്. ഇതൊരു സ്ത്രീയോടാണ് ചോദിക്കുന്നതെങ്കിൽ തേ എന്നുള്ളത് തീ എന്നാക്കി മാറ്റാൻ ശ്രമിക്കുക. ഓക്കെ, അതേപോലെ തന്നെ ആപ് ക്യാ ഖാത്തേ ഹേ, താങ്കൾ എന്ത് കഴിക്കുന്നു. തന്നെ ഇവിടെ ഖാന എന്ന വെർബിൽ നിന്ന് ഞാൻ എടുത്ത് കളഞ്ഞിട്ടാണ് തേ ഹേ എന്ന് ആടി തീർക്കുന്നത്. ഇതൊരു സ്ത്രീയോടാണ് ചോദിക്കുന്നതെങ്കിൽ തേ എന്നുള്ളത് തീ എന്നാക്കി മാറ്റാൻ ശ്രമിക്കുക. ഓക്കെ, ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം, നിങ്ങൾ എന്ത് ചെയ്യുന്നു. ഇവിടെ നോക്കിക്കോ, നിങ്ങൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഹിന്ദിയാണ് തും ക്യാ കർ രഹേ ഹോ. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുന്നു, എന്ത് കഴിക്കുന്നു, എന്ത് പഠിക്കുന്നു, എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു, ഇതെല്ലാം നമുക്ക് ഇനി ഹിന്ദിയിൽ പറയാനാണെങ്കിൽ നമുക്ക് രഹേ ഹോ അതുപോലെ തന്നെ രഹേ ഹേ എന്ന് വെച്ചിട്ട് തന്നെ മാത്രം പറയുക. മനസ്സിലായോ? നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതിന് നമ്മൾ ഒരിക്കലും തും ക്യാ കർത്തേ ഹോ അതുപോലെ തന്നെ താങ്കൾ എന്ത് കഴിക്കുന്നു എന്നുള്ളതിന് ആ ക്യാ ഖാത്തേ ഹേ എന്നൊരിക്കലും പറയാൻ പാടില്ല. അത് നമുക്ക് ഈ രഹേ ഹേ അതുപോലെ തന്നെ രഹേ ഹോ, നിങ്ങൾ തുമ്മാണോ വയ്ക്കുന്നത് ആപ്പാണോ വയ്ക്കുന്നത് അതിനനുസരിച്ച് നമുക്ക് ഈ അവസാനം രഹേ ഹോ അല്ലെങ്കിൽ രഹേ ഹേ വെച്ചിട്ട് നിങ്ങളത് പറയാൻ ശ്രമിക്കാം. ഈ ഒരു തെറ്റ് പൊതുവേ എല്ലാവരിലും ഉണ്ടാകുന്നൊരു തെറ്റാണ്. പിന്നെ ഇത് എവിടെ പറയുന്നു എന്നതാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. നിങ്ങൾ നോക്കിക്കോ, നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നുള്ളത് നിങ്ങൾ എന്താണ് ചെയ്യുന്നത്, അതായത് നിങ്ങൾ എന്താണ് ചെയ്യാറുള്ളത്. മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ താങ്കൾ എന്ത് കഴിക്കുന്നു, എന്താണ് കഴിക്കുന്നത്, എന്താണ് കഴിക്കാറുള്ളത്. നമ്മൾ എപ്പോഴാണ് അങ്ങനെ ഒരു സെൻറ്റൻസ് നമ്മൾ ചോദിക്കുക, നിങ്ങൾ എന്താണ് കഴിക്കാറുള്ളത്. നമ്മൾ ഒരു വ്യക്തി ഒരു ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ചോദിക്കുന്നുണ്ട് എന്ത് കഴിക്കുന്നു. അതായത് എന്ത് കഴിക്കുന്നു എന്നുള്ളതാണ്, നിങ്ങൾ എന്താണ് കഴിക്കുന്നത് എന്നൊക്കെ നമ്മൾ ചോദിക്കുമ്പോൾ അത് ഈ രഹേ ഹേ വെച്ചിട്ട് തന്നെ പ്രസൻറ്റ് ടെൻസിൽ പറയുമ്പോൾ പറയുക. നമ്മൾ എന്ത് കഴിക്കുന്നു എന്നുള്ളത്, നിങ്ങൾ രാത്രി എന്താ കഴിക്കുന്നത്, എന്താ കഴിക്കാറ്, ഉച്ചയ്ക്ക് എന്താ കഴിക്കാറ്, പൊതുവേ എന്താ കഴിക്കാറ്, ആ രീതിയിൽ സംസാരിക്കുമ്പോൾ മാത്രം നമുക്ക് ഈ തേ ഹോ അതുപോലെ തന്നെ തേ ഹേ വെച്ചിട്ട് പറയാൻ ശ്രമിക്കുക. ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് നമുക്ക് നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലാണ് നിങ്ങൾ ഹിന്ദി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഈ ഒരു കാര്യം തീർച്ചയായിട്ടും ഫോളോ. പിന്നെ നമ്മൾ തേ ഹോ അതുപോലെ തന്നെ തേ ഹേ വെച്ചിട്ട് നമ്മൾ പറയണത്, നമ്മളിവിടെ പറയുന്നുണ്ട് നീ എന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു, താങ്കൾ എന്ത് ചെയ്യുന്നു എന്ന് പറയുന്നത് അവരുടെ ജോലി എന്താണ് എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് നമുക്കിത് ചോദിക്കാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾ അച്ഛൻ എന്ത് ചെയ്യുന്നു, ഭാര്യ എന്ത് ചെയ്യുന്നു, അമ്മ എന്ത് ചെയ്യുന്നു, കുട്ടികൾ എന്ത് ചെയ്യുന്നു എന്നൊക്കെ നമുക്ക് പറയാൻ ഈ ഒരു തേഹോ അതുപോലെ തന്നെ തേഹേ വെച്ചിട്ട് നമുക്ക് പറയാൻ സാധിക്കും. ഇവിടെ തും ക്യാ കർത്തേ ഹോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു, നിങ്ങൾ എന്താണ് ജോലി ചെയ്യുന്നത് എന്നതാണ് അർത്ഥം. അതുപോലെ തന്നെ ആപ് ക്യാ ഖാത്തേ ഹേ എന്ന് പറഞ്ഞാൽ താങ്കൾ എന്താണ് കഴിക്കുന്നത് എന്നുള്ളത് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചോദിക്കുന്ന ആ പോലെ എല്ലാം ഇവിടെ ചോദിക്കുന്നത് നമുക്ക് രാത് മേ ക്യാ ഖാത്തേ ഹേ, താങ്കൾ രാത്രിയിൽ എന്താണ് കഴിക്കുന്നത് അല്ലെങ്കിൽ എന്താണ് കഴിക്കാറുള്ളത്. ഓക്കെ, ഇനി ഈ ഒരു സെൻറ്റൻസ് നമുക്ക് വേണമെങ്കിൽ പറയാം. ഒരു വ്യക്തി എന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് പറയാൻ പറ്റും, ബായ്സ തും യേ ക്യാ കർത്തേ ഹോ, നിങ്ങളിത് എന്താണ് ചെയ്യുന്നത്. ആ ഒരു രീതിയിൽ അത് പറയാൻ നമുക്ക് ആ ഒരു സാഹചര്യം മനസ്സിലാക്കിയിട്ടേ നമുക്കത് പറയാൻ പറ്റുള്ളൂ. അല്ലാത്തവർ പറഞ്ഞാൽ അത് ഒരു പ്രിൻറ്റിങ് ഭാഷയിലേക്ക് പോകും. അതുകൊണ്ട് നിങ്ങൾ കൂടുതലും ഈ രഹേഹോ വെച്ചിട്ട് തന്നെ പറയാൻ ശ്രമിക്കുക. ഈ ഒരു ഭാഗം കൂടുതൽ മനസ്സിലായതിന് ശേഷം മാത്രം ആ ഒരു സാഹചര്യത്തിൽ ഉപയോഗിക്കുക. അല്ലാതെ നിങ്ങൾ ഉപയോഗിക്കുന്നത് എന്താണ് കഴിക്കാറുള്ളത്, എങ്ങോട്ടാണ് പോകാറുള്ളത് എന്ന് പറഞ്ഞാൽ തും കഹാൻ ജാത്തേ ഹോ, നിങ്ങൾ എങ്ങോട്ടാണ് പോകാറുള്ളത്. ഇപ്പോൾ ഡെയിലി എന്നൊക്കെ ചെയ്യുമ്പോൾ റോസ് എന്ന് ചേർത്തിട്ട് പറയാം, തും റോസ് കഹാൻ ജാത്തേ ഹോ, ആപ് റോസ് കഹാൻ ജാത്തേ ഹേ, താങ്കൾ എങ്ങോട്ടാണ് ദിവസവും പോകുന്നത് എന്നൊക്കെ രീതിയിൽ പറയാൻ വേണ്ടിയിട്ട് തേഹോ തേഹേ വെച്ചിട്ട് പറയാൻ ശ്രമിക്കാം. ഇനി എന്തെങ്കിലും ആ ഒരു ഭാഗത്ത് ഞാൻ പറഞ്ഞതിൽ നിങ്ങൾക്കും എന്തെങ്കിലും മനസ്സിലാവാത്തുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. ഞാൻ വ്യക്തമാക്കിയിട്ട് അത് മനസ്സിലാക്കിച്ച് തരുന്നതായിരിക്കും. ഓക്കെ,
ഇതുപോലെ ഒരുപാട് വെർബുകൾ ഞാൻ തരും. നിങ്ങളത് ഈ ഒരു സെൻറ്റൻസിലേക്ക് ഇപ്പോൾ ഈ പറയാൻ പോകുന്ന സെൻറ്റൻസിലേക്ക് നിങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഒരു പുസ്തകത്തിൽ എഴുതിയെടുത്തിട്ട് വീണ്ടും വീണ്ടും ഒരു തവണ പോരാ, വീണ്ടും വീണ്ടും ആവർത്തിച്ച് പഠിച്ചാൽ മാത്രമേ നമുക്കത് സാഹചര്യത്തിനനുസരിച്ചിട്ട് പ്രയോഗിക്കാൻ പറ്റുള്ളൂ. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഇതിൻ്റെ താഴെ നോക്കി നോക്കൂ. ഞാൻ എഴുതിയിട്ടുണ്ട് മേ ഖാന ഖാത്താ ഹും, ഞാൻ ഭക്ഷണം കഴിക്കുന്നു. മേ ഖാന ഖാത്താ ഹും, ഇതൊരു സ്ത്രീയാണ് സ്വയം പറയുന്നതെങ്കിൽ താ എന്നുള്ളത് തീ എന്നാക്കി മാറ്റാം. ഓക്കെ, ഇവിടെ ഞാൻ എഴുതിയിട്ടുണ്ട് മേ ഖാന ഖാ റഹാ ഹും, ഞാൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ ഞാൻ ഭക്ഷണം കഴിക്കുന്നു. ഓക്കെ, ഇവിടെ ഒരു സ്ത്രീയാണ് പറയുന്നതെങ്കിൽ രഹ എന്നുള്ളത് രഹി ഹും എന്നാക്കി മാറ്റാൻ ശ്രമിക്കുക. മേ ഖാന ഖാ രഹി ഹും എന്നാക്കി മാറ്റാൻ ശ്രമിക്കുക. ഓക്കെ, ഇനി ഇവിടെ നോക്കിക്കോ, ഞാൻ ഭക്ഷണം കഴിക്കുന്നു. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരാൾ ചോദിക്കുകയാണ് ആപ് ഖ്യാ ഖാ രഹേ ഹെ എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം മേ ഖാന ഖാ റഹാ ഹും. ആപ് ഖ്യാ ഖാ രഹേ, മേ ഖാന ഖാ റഹാ ഹും. ഓക്കെ, ഇവിടെ നോക്കിക്കൂ, ആപ് ഖ്യാ ഖാത്തെ ഹെ, ആപ് രാത് മേ ഖ്യാ ഖാത്തെ ഹെ, താങ്കൾ രാത്രി എന്താണ് കഴിക്കാറുള്ളത്. നോക്കിക്കൂ, മേ ഖാന ഖാത്താ ഹും, ഞാൻ ഭക്ഷണമാണ് കഴിക്കാറുള്ളത്. ഓക്കെ, ഇവിടെ ഭക്ഷണത്തിന് പകരം നമുക്ക് മറ്റേത് എന്താണോ രാത്രി നിങ്ങൾ കഴിക്കാറ് അത് നമുക്കിവിടെ ആഡ് ചെയ്യാം. ഓക്കെ, നോക്കി നോക്ക്, നമുക്കിവിടെ ആപ് ക്യാ കർത്തേ എന്നുള്ളതിന് പകരം താങ്കൾ എങ്ങോട്ടാണ് പോകാറുള്ളത് അല്ലെങ്കിൽ പോകുന്നത് നമ്മൾ ചോദിക്കുമ്പോൾ ആപ് കഹാൻ ജാത്തെ ഹേ, ആപ് റോസ് കഹാൻ ജാത്തെ ഹേ, താങ്കൾ ദിവസവും എങ്ങോട്ടാണ് പോകാറുള്ളത്. അപ്പോൾ നമുക്ക് നോക്കൂ, ഈ താഹും വെച്ചിട്ട് പറയണ പോലെ നമുക്ക് മേ റോസ് മന്ദിർ ജാത്താ ഹും, ഞാൻ ദിവസവും അമ്പലത്തിലേക്ക് പോകാറുണ്ട്, ഞാൻ അമ്പലത്തിലേക്കാണ് പോകുന്നത്. മേ റോസ് മസ്ജിദ് ജാത്താ ഹും, ഒരു സ്ത്രീയാണ് പറയുമെങ്കിൽ അത് തീഹും എന്നാക്കി മാറ്റാൻ ശ്രമിക്കാം. ആ രീതിയിലൊക്കെ പറയുമ്പോൾ നമുക്ക് ഈ ഒരു താഹും തീഹും എന്നൊക്കെ വെച്ചിട്ട് നമ്മൾ ഈ പ്രസൻറ്റ് ടെൻസിൽ പറയണതൊക്കെ ഞാൻ പോകാറുണ്ട്, കഴിക്കാറുണ്ട്, ആ രീതിയിലൊക്കെ ഏതൊക്കെ സെൻറ്റൻസ് ആണോ നിങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ അവിടെയൊക്കെ നിങ്ങൾക്ക് ഈ താഹും തീഹും ആഡ് ചെയ്തിട്ട് പറയാൻ ശ്രമിക്കാം. പിന്നെ ഇവിടെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, ഞാൻ അമ്പലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, ഞാൻ പള്ളിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, ആ കൊണ്ടിരിക്കുന്ന പ്രവൃത്തി, അതായത് പോകുന്നു, അതന്നെ പോയിക്കൊണ്ടിരിക്കുന്നു എന്നതിൽ വേണ്ടിയിട്ട് നമ്മൾ ഈ റഹാഹും അല്ലെങ്കിൽ രഹീഹും വെച്ചിട്ട് നിങ്ങൾ പറയാൻ ശ്രമിക്കുക. നിങ്ങളുടെ ഹിന്ദി നല്ലൊരു ഹിന്ദിയായി മാറും. ഓക്കെ, ഈ ഒരു ചെറിയ വീഡിയോയിലൂടെ ഞാൻ വെറും കുറച്ച് സെൻറ്റൻസുകൾ വെച്ചിട്ട് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. നമുക്ക് ഇതേപോലെ പറയുന്ന ഒരുപാട് സെൻറ്റൻസുകളുണ്ട്, ഇതിൽ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ മനസ്സിലാക്കാനുണ്ട്. നിങ്ങളതെല്ലാം പ്രാക്ടീസ് ചെയ്യുക തന്നെ വേണം. നമുക്ക് കൂടുതൽ പ്രാക്ടീസിലൂടെ തന്നെയാണ് നമുക്ക് നല്ലൊരു ഹിന്ദി നമുക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഹിന്ദി നിങ്ങൾ ഏത് സെൻറ്റൻസിലേക്കാണോ ആക്കാൻ ശ്രമിക്കുന്നത് ആ ഒരു സെൻറ്റൻസിലേക്കൊക്കെ നിങ്ങൾക്ക് ഈ ഒരു പ്രയോഗത്തിലൂടെ ആക്കാൻ പറ്റട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. ഓക്കെ, ധന്യവാദ്.